2014 ശരിക്കും ബി.ജെ.പി. സർക്കാർ അധികാരത്തിൽ വന്നാൽ ഇത് ആദ്യം പൂട്ടിക്കുമെന്നും ബി.ജെ.പി. നേതാക്കൾ സുരേന്ദ്രൻ, വി മുരളീധരൻ അടക്കമുള്ള ആളുകൾ വെല്ലുവിളിച്ചതാണ്. തീർച്ചയായിട്ടും. എന്നിട്ട് ഇന്ന് എത്ര 2 വർഷം 2 ഇത് കഴിഞ്ഞു, 2 ടേം കഴിഞ്ഞു. ഇതേവരെ പൂട്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? കോർപ്പറേറ്റുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്ര നടപടികളായിട്ട് മുന്നോട്ട് വന്നത്. ഇപ്പോൾ വീണ്ടും കൂട്ടി. ഇതിനിടെ എനിക്കൊന്ന് 3 മാസത്തിന് ശേഷമായിരിക്കും ഇപ്പോൾ 5 രൂപ കൂട്ടിയത്. അല്ല, ഇതേപോലെ പല തീരുമാനം പറഞ്ഞിരുന്നല്ലോ. പെട്രോളിന് വില കുറക്കും പറഞ്ഞിരുന്നു, 50 രൂപയാക്കുമെന്ന് പറഞ്ഞു, നടപ്പിലാക്കിയിട്ടില്ലല്ലോ. ഇങ്ങനെ ഇതിലും വലിയ പൊള്ളത്തരങ്ങൾ ഇലക്ഷന് മുമ്പ് കുറേ പറഞ്ഞിട്ടുണ്ട്. അതിലൊരു ഒന്നാണ് ഇത്. 50 രൂപക്ക് തരാമെന്ന് പറഞ്ഞ ഇന്ധനവില ഇന്നും നിൽക്കുന്ന ഏത് ലെവലിലാണ്? 100-ന് മുകളിലാണ് ഇന്നും ഇന്ധനവില നിൽക്കുന്നത്. ഇത്രയും അധികരിക്കുന്ന ഇത്രയും അധികപ്പറ്റി ഒന്ന് ആലോചിച്ചേ. അപ്പോൾ ഇതെടുത്തും പറഞ്ഞാൽ ഇതിൻ്റെ 10 ഇരട്ടി കാശ് മുതലായില്ലേ? ഇനി എന്തിനാ ഇപ്പോൾ ടോളിൻ്റെ ആവശ്യം? ജനങ്ങളുടെ ടാക്സ് മേടിച്ചാണ് റോഡ് പണിയുന്നത്. ഒപ്പം നിൽക്കുന്ന ടോൾ അവർക്ക് തോന്നിയ പോലെ കൂട്ടാം. അപ്പോൾ ഈ ജനങ്ങളെ പിഴിയിൽ തന്നെ ഇപ്പോൾ ഇതിൻ്റെ 10 ഇരട്ടിക്ക് ഇത് 50 എത്ര നിന്നത് പത്രത്തിൽ 55,000 വണ്ടി ഒരു ദിവസം കടന്നു പോകുന്നുണ്ട്. ഒന്നും കിട്ടണില്ലേ അവർക്ക്? അതെ, അവർ 15 ലക്ഷം തരുന്ന പറഞ്ഞ ആൾക്കാരാ. എൻ്റെ അക്കൗണ്ടിൽ ഇതുവരും 15 ലക്ഷം എത്തിയിട്ടില്ല. പിന്നെ പെട്രോൾ, ഞങ്ങൾക്ക് ഡീസല് ഇപ്പോൾ ഈ സാധാരണ പണ്ട് കാലത്ത് നമുക്ക് സാധാരണക്കാർക്കും ഓടിക്കാൻ പറ്റിയ വേണ്ടി അത് ഇടയ്ക്കിടയ്ക്ക് ചാർജ് കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് സത്യമാണ്. ഇത് ശരിയാണോ ജനങ്ങളോട് ചെയ്യുന്നത്? അത് ദ്രോഹമാണല്ലോ ജനങ്ങളോട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ലാസ്റ്റ് ജനങ്ങളെല്ലാവരും കൂടെ ഇടപെടേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അല്ല, അത് നമുക്ക് സഹിക്കുന്നതിനൊരു പരിധി ഉണ്ടല്ലോ എന്ത് കാര്യത്തിനും. വീണ്ടും പിരിക്കുക എന്ന് മാത്രമല്ല, റോഡിൽ യാതൊരു സൗകര്യമില്ല. റോഡ് എപ്പോഴും ചാല് പോലെ ഇരിക്കണം. എത്ര ബൈക്കുകാരാണ് വീഴുന്നത് ഓരോ ദിവസവും. അപ്പോൾ റോഡ് ടാക്സ് നമ്മളിന്ന് പിരിക്കുന്നതിന് പുറമെ ഈ സംഗതിയും കൂടിയും പിരിക്കുമ്പോൾ വലിയൊരു ഭാരമായിരിക്കുകയാണ്. പിരിച്ച് മുതലായതിനു ശേഷവും പിന്നെയും നാട്ടുകാരെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നവർ, അതിന് വ്യക്തമായുള്ള കാര്യമാണ്. നമസ്കാരം, ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ പാലിയേക്കര ടോളിന് മുന്നിലാണ്. 2014 ബി.ജെ.പി. അധികാരത്തിൽ വന്നാൽ ആദ്യം പൂട്ടിക്കുമെന്ന് പറഞ്ഞ് വലിയ രീതിയിലേക്ക് വീരവാദമിളക്കിയ ബി.ജെ.പി. നേതാക്കളുണ്ട്. ഇന്നും ഇതുപോലെ തന്നെ ജനങ്ങളെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലാവധി കഴിഞ്ഞിട്ടും വീണ്ടും പുതുക്കി ജനങ്ങളെ കൊള്ളയടിക്കാനുള്ള ലൈസൻസ് വീണ്ടും കേന്ദ്ര സർക്കാർ തന്നെയാണ് ഇവർക്ക് കൊടുത്തത്. റോഡ് നിർമ്മിച്ച പണം പിരിച്ചെടുത്തിട്ടും വീണ്ടും ജനങ്ങളെ പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പാലിയേക്കര ടോൾ പ്ലാസ. എത്രയോ പ്രാവശ്യങ്ങൾ, കാരണം അത് കൂടാതെ എത്രയോ സമരങ്ങൾ ഇവിടെ ജനങ്ങളായിട്ട് അല്ലെങ്കിൽ വാഹനത്തിൽ വരുന്നവർ നടത്തിയിട്ടുണ്ട്. അവരെ പോലും സപ്പോർട്ട് ചെയ്യാൻ ഇവിടുത്തെ സർക്കാരോ ഇവിടുത്തെ പ്രതിനിധികളോ തയ്യാറായിട്ടില്ല. വാഗ്ദാനങ്ങൾ എല്ലാവർക്കും കൊടുക്കാം, വാഗ്ദാനങ്ങൾ മാത്രമാണ്. നമുക്ക് ജനങ്ങളെ എന്നും കഴുതകളാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതാണ് ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുന്നത്. കാരണം എല്ലാവരും വാഗ്ദാനങ്ങൾ തരും. വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുന്ന ഏത് വാഗ്ദാനങ്ങളുണ്ട്? ഏത് വാഗ്ദാനമാണ് പാലിക്കപ്പെട്ടിട്ടുള്ളത്? എന്താ നമുക്ക് അറിയാം, നിത്യോപയോഗ സാധനങ്ങളിൽ ഗ്യാസിൻ്റെ വില എത്രയോ കുറച്ച് തരാമെന്ന് പറഞ്ഞിട്ട് അതെ, ഇന്ധനവില 50 രൂപക്ക് തരാമെന്ന് പറഞ്ഞ ഇന്ധനവില ഇന്നും നിൽക്കുന്ന ഏത് ലെവലിലാണ്? 100-ന് മുകളിലാണ് ഇന്നും ഇന്ധനവില നിൽക്കുന്നത്. രീതിയിൽ ജനങ്ങളെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും ഭയങ്കര കൊള്ളയല്ലേ ഇത്? എത്ര കാലം കൊണ്ടുള്ള പിരിവാ ഇത്? എത്ര കാലം കൊണ്ട്? ശരിക്കും പറഞ്ഞാൽ ഇതിനെതിരെ ജനങ്ങൾ പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുക. 2014 ശരിക്കും ബി.ജെ.പി. സർക്കാർ അധികാരത്തിൽ വന്നാൽ ഇത് ആദ്യം പൂട്ടിക്കുമെന്നും ബി.ജെ.പി. നേതാക്കൾ സുരേന്ദ്രൻ, വി മുരളീധരൻ അടക്കമുള്ള ആളുകൾ വെല്ലുവിളിച്ചതാണ്. തീർച്ചയായിട്ടും. എന്നിട്ട് ഇന്ന് എത്ര 2 വർഷം 2 ഇത് കഴിഞ്ഞു, 2 ടേം കഴിഞ്ഞു. ഇതേവരെ പൂട്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇത്രയും അധികരിക്കുന്ന ഇത്രയും അധികപ്പറ്റി ഒന്ന് ആലോചിച്ചേ. UPA സർക്കാരിൻ്റെ കാലത്ത് 125 ക്രൂഡ് ഓയിലിന് $125 ആയിരുന്നപ്പോൾ 73 രൂപ ആയപ്പോൾ അന്ന് ഗ്യാസ് തലയിൽ വെച്ചുകൊണ്ട് സമരം ചെയ്ത ആൾക്കാർ ഇതിനെതിരെ ഇന്ന് ആലപ്പുഴ ജില്ലയിലെ സ്ഥാനാർത്ഥിയാണ്. കാരണം അടുക്കളയിൽ എങ്ങനെങ്കിലും സാധനം മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഗ്യാസ് കത്തിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ശോഭാ സുരേന്ദ്രൻ ഇന്ന് ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിയാണ്. അത്രത്തോളം മതപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്. കാരണം ആൾക്കാർ എല്ലാവരും മിഥ്യയ്ക്ക് ജീവിക്കാൻ കഷ്ടപ്പെടുന്ന ഈ സമയത്ത്, ഞാൻ പറയുന്നത് ജീവിത കഷ്ടപ്പെടുന്ന സമയത്ത് വീണ്ടും അവർ തന്നെ വരണം എന്ന് പറയുന്ന ആളുകൾ എന്താ പറയുക? എനിക്കതിനെ ചിരിക്കാനാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളിത് കാണുന്നില്ലേ? കാണുന്നവരെന്തായാലും തീർച്ചയായിട്ടും അതിനനുസരിച്ച് പ്രതികരിക്കും. കാരണം ഇലക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ചിന്തിച്ച് പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും നല്ല ഒരു ഉപാധി അത് മാത്രമേ ഉള്ളൂ. പ്രതികരിക്കാൻ പറ്റുന്ന അവിടെയാണ്. തീർച്ചയായും കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ്. ഇത് ഘട്ടം ഘട്ടമായിട്ട് ഓരോ മേഖല പ്രൈവറ്റ് വൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് സാധാരണക്കാരൻ്റെ പ്രശ്നം ഒരിക്കലും ഗവൺമെൻറ്റിന് പ്രശ്നമല്ല. കോർപ്പറേറ്റുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്ര നടപടികളായിട്ട് മുന്നോട്ട് വന്നത്. ഇപ്പോൾ വീണ്ടും കൂട്ടി. ഇതിനിടെ എനിക്കൊന്ന് 3 മാസത്തിന് ശേഷമായിരിക്കും ഇപ്പോൾ 5 രൂപ കൂട്ടിയത്. ഇത് തികച്ചും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിന് തുല്യമാണ്. ഇവിടെ പ്രതിഷേധിക്കാൻ ഇത്തരം മേഖലയിലൂടെ അവസരമില്ലാത്തതുകൊണ്ട് ഇവിടെ പ്രതിഷേധിച്ചാൽ അവർ പട്ടാളം വരുമ്പോൾ സാധാരണക്കാർ ആളുകൾ പേടിച്ചുകൊണ്ട് പ്രതിഷേധിക്കാതിരിക്കുകയാണ്. ഇതാണ് തീർച്ചയായിട്ടും ഇവിടെ സംഭവിക്കുന്നത്. ഇത് ജനങ്ങൾ ഈ ഇലക്ഷനിൽ വോട്ടിലൂടെ എന്താണ് ജനങ്ങൾ പകരം വീട്ടും. 2014 ശരിക്കും ബി.ജെ.പി. സർക്കാർ അധികാരത്തിൽ വന്നാൽ ബി.ജെ.പി. നേതാക്കന്മാർ ഇവിടെ വന്ന് പ്രസംഗിച്ചതാണ് ഇത് പൂട്ടും എന്ന് പറഞ്ഞിട്ട്. 2014 10 വർഷം മുമ്പ്
ഇതുവരെ പൂട്ടിയില്ല. അല്ല, ഇതേപോലെ പല തീരുമാനം പറഞ്ഞിരുന്നില്ല. പെട്രോളിന് വില കുറക്കും പറഞ്ഞിരുന്നു, 50 രൂപയാക്കുമെന്ന് പറഞ്ഞു, നടപ്പിലാക്കിയിട്ടില്ലല്ലോ. ഇങ്ങനെ ഇതിലും വലിയ പൊള്ളത്തരങ്ങൾ ഇലക്ഷന് മുമ്പ് കുറേ പറഞ്ഞിട്ടുണ്ട്. അതിലൊരു ഒന്നാണ് ഇത്. അതിൽ വലിയ അവർ പറയുന്നതിൽ വലിയ പ്രത്യേകിച്ച് വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല. കാരണം പല പ്രതീക്ഷകളും കൊടുക്കും. അത് ഇലക്ഷന് ശേഷം 2020 ഒരു വർഷം 2 കോടി തൊഴിൽ കൊടുക്കും പറഞ്ഞതാ. തൊഴിലില്ല. ഇവിടുത്തെ എന്താ പറയുക, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കോൺഗ്രസ് ചെയ്തിരുന്നത് നേരെ പെട്രോളിൻ്റെ വിലനിയന്ത്രണാവകാശം കൊടുത്തു, ഡീസലിനും കൊടുത്തു. ഇങ്ങനെ ഇത് പ്രൈവറ്റ് BSNL വിറ്റു, റെയിൽവേ വിറ്റു, മറ്റേ ആകാശവും ഭൂമി എല്ലാം വിറ്റു, റോഡും വിറ്റു, എല്ലാം വിറ്റു. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട അവസ്ഥ. ശരി, അവസ്ഥ വളരെ പരിതാപകരമാണ്. എന്താ പറയുക, ഇവിടെ തൊഴിലില്ലായ്മ എന്തായാലും കേരളത്തിൽ നിൽക്കുമ്പം അഭിമാനം കൊള്ളുന്നു. അപ്പോൾ തൊഴിലില്ലായ്മ ഒക്കെ ഉണ്ടെങ്കിലും കേന്ദ്ര ഗവൺമെൻറ് റെയിൽവേയിൽ കുറേയധികം ഒഴിവുകളുണ്ട്. പക്ഷേ അതിൽ വിളിക്കുന്നില്ല. എന്നാൽ കേരളത്തിൻ്റെ പേഴ്സൻറ്റേജ് നോക്കുമ്പോൾ നമ്മൾ ഭാഗ്യവാന്മാരാണ് തോന്നുന്നു. കാരണം രാജ്യത്തെ ശരാശരിയേക്കാളും കൂടുതൽ നിയമനം കേരളത്തിൽ നടന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് കേരളത്തെ ഗവൺമെൻറ്റിനെ കുറിച്ച് പ്രതീക്ഷിക്കാം. ഈ ടോൾ കൊണ്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട്? ബുദ്ധിമുട്ടുള്ളൂ, ആകെ ബുദ്ധിമുട്ട്. ഇപ്പോൾ ബ്ലോക്കിലാണ്. ഇന്ന് പത്രത്തിലേ ഉണ്ട് ഇവിടെ ആകെ ബ്ലോക്കായിട്ട് വളരെ ദൂരത്തിൽ നിൽക്കായിരുന്നു. അപ്പോൾ ഇതെടുത്തുമ്പോൾ പറഞ്ഞാൽ ഇതിൻ്റെ 10 ഇരട്ടി കാശ് മുതലായില്ലേ. ഇനി എന്തിനിപ്പോൾ ഈ ടോളിൻ്റെ ആവശ്യം? ജനങ്ങളിൽ ടാക്സ് മേടിച്ചാണ് റോഡ് പണിയുന്നത്. ഒപ്പം കൂടെ ടോൾ അവർക്ക് തോന്നിയ പോലെ കൂട്ടാം. ഇത് ചോദിക്കാനില്ല. കുറേ ആൾക്കാർ ഇവിടെ സമരം ചെയ്യും. സമരം ചെയ്യുന്നതിനുള്ളൂ, വേറൊരു ഗുണം നമുക്കില്ല. പക്ഷേ ഇതുകൊണ്ട് ഇത് പൊളിച്ചളയുന്ന സമയമായി. ഇത് 29 വരെ 2029 വരെ ഉണ്ടെന്ന് പറയുന്നത്. 27 ഇന്ന് പോയി ഇനി എന്ത് ചെയ്യാൻ പോകുക? അവർ കോടതിയിൽ പോകും. എന്തെങ്കിലും ചെറിയ കാരണേ കോടതിയിൽ പോകും. കോടതിയിൽ പോയി കഴിഞ്ഞാൽ കോടതി ഒരു പക്ഷേ അവർക്ക് അനുകൂലമായിട്ട് വിധി വരും. അപ്പോൾ ജനങ്ങൾ പിഴിയിൽ തന്നെ. ഇപ്പം ഇതിൻ്റെ 10 ഇരട്ടി ഇത് 50 എത്ര നിന്ന് പത്രത്തിൽ 55,000 വണ്ടി ഒരു ദിവസം കടന്നു പോകുന്നുണ്ട്. ഒന്നും കിട്ടണില്ലേ അവർക്ക്? ഒരു പരിധി കഴിഞ്ഞാൽ എന്നത് ചെയ്തു, BTO നിലയ്ക്ക് റോഡ് പണിതു. എന്നൊരു കാര്യം ചേട്ടി ഇനിയിപ്പോൾ അത്യാവശ്യം കാശേ നിർത്തല വേണ്ട. ഈ ടോള് നമുക്ക് പൊളിച്ചു മാറണം. ടോള് നമുക്ക് വളരെ അനാവശ്യ സാധനമാണ്. ഒന്നാമത് വഴി ബ്ലോക്ക്. തീർച്ചയായിട്ടും ഈ സാധനം പൊളിച്ചു മാറണം. 2014 ശരി BJP അധികാരത്തിൽ വരികയാണെങ്കിൽ ഇത് പൂട്ടിക്കും എന്ന് പറഞ്ഞായിരുന്നു അന്ന് വി മുരളീധരൻ അടക്കമുള്ള ആളുകൾ. ഇപ്പോഴും പൂട്ടാതെ പിന്തുടരുന്നുണ്ട്. അതെ, അവർ 15 ലക്ഷം തരുന്ന പറഞ്ഞ ആൾക്കാരാ. എൻ്റെ അക്കൗണ്ടിൽ ഇതുവരും 15 ലക്ഷം എത്തിയിട്ടില്ല. പിന്നെ പെട്രോള്, ഞങ്ങൾക്ക് ഡീസല്. ഇപ്പോൾ ഈ സാധാരണ പണ്ട് കാലത്ത് നമുക്ക് സാധാരണക്കാർക്ക് ഓടിക്കാൻ പറ്റിയ വേണ്ടിന് ഇപ്പോൾ അവർക്ക് പറ്റണില്ല. കാര്യം നമുക്കിത് ഒരു കേബിൾ മാറ്റാൻ പോയാൽ ഒരു 100 രൂപ ചോദിക്കണേ. ഒരു കേബിൾ മാറ്റാൻ പണ്ട് ചെല്ലുമ്പോൾ പൈസ മേടിക്കില്ല അവർ ഇവിടെ നിന്ന്. അത് ചെയ്ത് കഴിഞ്ഞാൽ പൊക്കമെന്ന് പറയും. ഒരു കേബിൾ മാറി 100 രൂപ അവർ പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് ജീവിത ചെലവ് കൂടിയപ്പോൾ വണ്ടിക്കാരെന്ന് മേടിക്കും. അപ്പോൾ ഞങ്ങൾക്ക് ജീവിത ചെലവ് കൂടുമ്പോൾ ഞങ്ങൾ 10 രൂപ വാടക കൂടുതൽ ചോദിക്കുമ്പോൾ ചിലർക്ക് ബുദ്ധിമുട്ട് തോന്നും. ചിലർ തരും, ചിലർ തരില്ല. എത്ര ഉണ്ടോ ചോദിക്കുമോ? അപ്പോൾ നമ്മൾ ഡീസൽ വില കണ്ടില്ലേ? ഡീസൽ 55 രൂപയ്ക്ക് ഉണ്ടാകുന്ന ഡീസൽ ഇപ്പോൾ 2 രൂപ കുറച്ചിട്ടുണ്ട് അയാൾ. അതുകൊണ്ട് കാര്യം ഇത് കഴിഞ്ഞതിൻ്റെ 10 ഇരട്ടി വില കയറും. അതൊരു കാര്യം സംശയമൊന്നുമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കുറച്ചൊക്കെ അയാൾ കയറ്റും. അപ്പോൾ അവർ വരുന്നൊരു തോന്നൽ വരുത്തി വെച്ചിരിക്കണം. അവരൊന്നും വരും തോന്നണില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു 240-220 സീറ്റൊക്കെ അവർ കിട്ടുള്ളൂ. ഏറി വന്ന എൻ്റെ കണക്കൂട്ടലാണ് ഞാൻ പറയുന്നത്. ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത, പ്രത്യേകിച്ച് ഡ്രൈവർമാരുടെ അവസ്ഥ നമുക്കറിയാലോ, ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ ഒന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. ഞാനിപ്പോൾ ഒരു വീട് വെച്ചിട്ടുള്ള ആളാണ്. എനിക്ക് ഇത് കണ്ടിട്ട് ഞാൻ വീണ്ടും ലോൺ എടുത്താൽ അടയ്ക്കാൻ പറ്റാതെ നടക്കാൻ. ഞാൻ ഒരു കോവിഡ് വന്നു, വെള്ളപ്പൊക്കം വന്നു, പിന്നെ അതിനുള്ള ഓട്ടങ്ങൾ ഞങ്ങൾ ബാധിച്ചു. സംഗതി ബാങ്കിൽ വലിയ പ്രശ്നമായിട്ട് കിടക്കുന്നത്, അടയ്ക്കാൻ പറ്റണില്ല. ഇതിപ്പോൾ ഓടി കഴിഞ്ഞപ്പോൾ ചുരുങ്ങിയത് ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മാളേക്ക് ഓട്ടം പോയിട്ട് വരാം. 400-450 ഡീസൽ കഴിയണം. പിന്നെ നമുക്ക് കിട്ടുന്ന വാടക തരും 1200 വാടക തരും. അതിൽ 800 കിട്ടി. ഒരു ദിവസം വരുമാനം. അതിൽ ഡീസലിന് മാത്രം 400 പോയി. ബാക്കി ഒരു 100 നമ്മൾ വണ്ടിയുടെ മെയിൻ്റനൻസിൽ കണക്കാക്കണം. പിന്നെ എന്നിട്ടുള്ള ഇത് കഴിഞ്ഞ് ഞാൻ പിന്നെ കടയിൽ പോണ്. കടയിൽ പോയി ചുരുങ്ങിയതൊരു വീട്ടുകാർ വിടാൻ ഒരു 300-400 സാധനം മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞു. കയ്യിലൊന്നുമില്ല, നാളേക്ക് കയ്യിലൊന്നും ഉണ്ടാവില്ല. അത് എല്ലാ പൊതുജനങ്ങളെ ശരിക്കും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നിർത്താൻ ഇപ്പോൾ ഒരു വഴി ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ ചില ടൈമിൽ ഫാസ്റ്റാകുകയാണെങ്കിൽ കൂടി എന്താ പറയുക, കുറച്ച് സമയങ്ങൾ ഒരുപാട് അരമണിക്കൂറോളൊക്കെ വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥകൾ വരുന്നുണ്ട്. ആരെക്കൊണ്ട് പറയാൻ? അത് ഇടയ്ക്കിടയ്ക്ക് ചാർജ് കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് സത്യമാണ്. ഇത് ശരിയാണോ ജനങ്ങളോട് ചെയ്യുന്നത്? അത് ദ്രോഹമാണല്ലോ ജനങ്ങളോട് ചെയ്യുന്നത്. തികച്ചും ദ്രോഹമാണ്. ഇതിപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ സംഭവങ്ങളാണ്. അതിൻ്റെ ഒരു ആനുപാതികമായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ എന്നെ സംബന്ധിച്ചൊരു ഡ്രൈവറാണ്. ഞാനിപ്പോൾ ഇതൊരു 150 രൂപ വെച്ചിട്ട് നമ്മളൊരു ചാർജ് വരുന്നത് നമുക്കൊരു വലിയ തുകയാണ്. നമ്മൾ ഭീമമായിട്ടുള്ളൊരു തുകയാണ്. ഒരു നിശ്ചിത അളവ് കഴിഞ്ഞിട്ട് ഇത് അടയ്ക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ ഇത് ലാസ്റ്റ് ജനങ്ങളെല്ലാവരും കൂടെ ഇടപെടേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അല്ല, അത് നമുക്ക് സഹിക്കുന്നതിനൊരു പരിധി ഉണ്ടല്ലോ എന്ത് കാര്യത്തിനും. ഞാനൊരു ഡ്രൈവർ എന്നുള്ള നിലയ്ക്ക് എനിക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്കിപ്പോൾ അത് ഞാൻ ആ 150 രൂപ കൊടുത്തിട്ടും എനിക്ക് ആ ഒരു സമയത്തിന് വിലയുണ്ടല്ലോ.
ആ നിശ്ചിത സമയത്തിന് എനിക്ക് പാസ്സാവാൻ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് പലപ്പോഴും. അല്ലെങ്കിൽ ഒരു എമർജൻസി ആയിട്ട് എയർപോർട്ട് പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോഴോ എനിക്ക് സമയം ഇവിടെ വരാറുണ്ട്. അപ്പോൾ അതൊരു വിഷമം തന്നെ തോന്നിയിട്ടുണ്ട്. പൂട്ടിക്കേണ്ടതല്ലേ ഇതൊക്കെ? അതെ അതെ, പൊട്ടിക്കേണ്ടത് തന്നെയാണ്, അതിലൊരു തർക്കമില്ല. ബുദ്ധിമുട്ടുണ്ടോ ശരിക്കും? ഉണ്ട്, നന്നായിട്ട് കഷ്ടം അനുഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങൾ ഡ്രൈവർമാർക്കാണ് ഭയങ്കര ബുദ്ധിമുട്ട് വരുന്നത്. മിക്ക ദിവസങ്ങളിലും കടന്നു പോകാനായിട്ട് ഭയങ്കര ഒരു വൈകാര്യമായിട്ടുള്ളൊരു അവസ്ഥയാണ്. കടന്നു പോകാൻ പാസ്സാവാനൊരു ബുദ്ധിമുട്ടുണ്ട്. വീണ്ടും വീണ്ടും പിരിക്കുക എന്ന് മാത്രമല്ല, റോഡിൽ യാതൊരു സൗകര്യമില്ല. റോഡ് എപ്പോഴും ചാല് പോലെ ഇരിക്കണം. എത്ര ബൈക്കുകാരാണ് വീഴണത് ഓരോ ദിവസവും, മനസ്സിലായോ? അപ്പോൾ റോഡ് ടാക്സ് നമ്മളിന്ന് പിരിക്കുന്നതിന് പുറമെ ഈ സംഗതിയും കൂടിയും പിരിക്കുമ്പോൾ വലിയൊരു ഭാരമായിരിക്കുകയാണ്. ഇപ്പം ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഒരാൾ പറഞ്ഞു ഒന്ന് ബാംഗ്ലൂർ പോകണമെങ്കിൽ 1600 രൂപ ടോൾ കൊടുക്കണമെന്ന്. അപ്പോൾ അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് ആൾക്കാർക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് എല്ലാ രാഷ്ട്രീയക്കാരും അങ്ങനെ തന്നെ പറയാറുണ്ട് പലരും. പക്ഷേ അത് പറച്ചിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത്ര 180 റുപ്യ വൺ സൈഡ് പാസ് ചെയ്യാൻ, പാസ് ട്രാക്കില്ലെങ്കിൽ എന്ത് ചെയ്യാനാ? കൊടുക്കാതെ കിടക്കാൻ പാകല്ലോ. ഭരണം മാറി മാറി വരുന്നതോറും അവരിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. ഇതാണ് ഇതിൻ്റെ സംഭവം. ഭരണം ഓട്ടോമാറ്റിക് മാറും, അപ്പോൾ വീണ്ടും പുതിയത് കൊടുക്കും. ഇതിപ്പോൾ ഒരു 20 വർഷമായി ഉണ്ടാവും. 20 വർഷം അല്ല, 20 വർഷം കൊണ്ട് ഇത് കംപ്ലീറ്റ് തീർക്കേണ്ട കാര്യങ്ങളായിരുന്നു. ഇപ്പോൾ ഇനി എത്ര 25 വരെ, 27 വരെ വീണ്ടും നടത്തുന്നു. അതായത് ഇത്തരം രീതിയിലേക്ക്, അതായത് റോഡ് ഉണ്ടാക്കിയ പൈസ മൊത്തം പിരിച്ചു കളഞ്ഞ് വീണ്ടും വീണ്ടും ജനങ്ങളെ എന്തിനാണ് പിരിക്കുന്നത്? അറിയില്ല, അവരുടെ ആവശ്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാവണ്ടേ. പിരിച്ച് മുതലായതിനു ശേഷവും പിന്നെയും നാട്ടുകാരെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നവർ, അതിന് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് പറയാനുള്ള കാര്യം വെച്ചാൽ പറഞ്ഞല്ലോ, അവർക്ക് ഈ ടോള് എന്താ വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് മുതലായിട്ടും പിന്നെയും അത് അവർ പിരിച്ചുകൊണ്ടിരിക്കുകയാണ്. വ്യക്തമായിട്ടുള്ള കാര്യമാണത്. എത്ര സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഈ ടോള് നിർത്താൻ സംബന്ധിച്ചാലും. 1-2 സംഭവങ്ങളല്ല. എന്നിട്ടും അതിനെതിരെ നിയമ നടപടികൾ എടുക്കാൻ തയ്യാറല്ല. ഇപ്പോൾ BJP സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ എന്ന് പോലും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റാത്തൊരു കാലഘട്ടമാണ് അത്. അപ്പോൾ അത് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ. അതിപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതൊരു ഓപ്പൺ മീഡിയയിൽ നമുക്ക് പറയാൻ പറ്റിയ കാര്യമല്ല. ഇപ്പോൾ BJP സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ എന്ന് തന്നെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. വരരുതെന്നല്ല, വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എന്തുകൊണ്ട് അങ്ങനെ വരുമെന്ന് പ്രതീക്ഷിക്കാത്തത്? അത് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ട് താല്പര്യങ്ങളാണ്. അതിപ്പോൾ ഞാൻ അങ്ങനെ ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായിട്ടുള്ളൊരു പ്രവണതയല്ല. നിയമപരമായിട്ട് അത് ശരിക്കും മാന്യത ഈ ടോൾ എടുത്ത് കളയേണ്ടതാണ്. ഇത് പൂട്ടേണ്ട സമയം കഴിഞ്ഞു. അവർക്ക് അക്കൗണ്ട് ഓക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പണ്ടേ പൂട്ടേണ്ടതാണ്. കാരണം ഒരു ഇതിൽ ഇത്ര ദൂരപരിധിയുടെ ഉള്ളിൽ 2 ടോൾ പാടില്ല എന്ന് നിയമമുണ്ട്. അതൊന്നും പ്രത്യേകിച്ച് പറയാനില്ല, കാരണം അവരുടെ മര്യാദക്കാരാണ്, വേറെ ഒന്നുമില്ല. വിലക്കയറ്റം പോലെ തന്നെ ഒരു വല്ലാത്തൊരു വിഷയമാണ് ശരിക്കും ടോൾ പിരിവ്. ഇത് ജനങ്ങൾ വല്ലാത്ത രീതിയിലേക്ക് ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥ ഇന്ന് കേരളത്തിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ നിലവിലുണ്ട്. തീർച്ചയായും പ്രതികരിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. കാര്യം ഇത്രയേറെ രീതിയിലേക്ക് ടോൾ ഉണ്ടാക്കി അതിൻ്റെ മുതലൊക്കെ മുടക്കി ആ മുതൽ മുടക്ക് തിരിച്ചു വന്ന സ്ഥിതിക്ക് എന്തുകൊണ്ടാണ് ഇത് നിർത്താത്തത് എന്ന് ശരിക്കും ജനങ്ങൾ ചോദിച്ചു തുടങ്ങേണ്ട കാലം കഴിഞ്ഞു. നന്ദി, നമസ്കാരം.